സിജെപിക്ക് ഐക്യദാർഢ്യം അറിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉപവാസം അവസാനിപ്പിച്ചത്. നീണ്ട ചർച്ചകൾക്ക് ശേഷവും രാജ്യത്തുണ്ടായേക്കാവുന്ന അക്രമസാധ്യതകൾ മുൻനിർത്തിയുമാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സോനം വാങ്ചുക് എക്സിലൂടെ അറിയിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സ്വാഗതം ചെയ്തു. ആശ്വാസം പകരുന്ന കാര്യമാണെന്നും അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും അഭിജിത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും കൂട്ടിച്ചേർത്തു. And they have flown all the way from Ladakh, and I'm grateful to them. Thank you. Thank you. So मैं आपको मॉनिटर करती हूँ. Thank you. Thank you. Thank you. Yeah. So thank you. Just sit up a little. Always been side and support, and I don't want to thank you, but express my feelings this way. Just sit up. Yeah. അജയ് സുധ ബിജുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, അങ്ങനെ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. സോനം വാങ്ചുക്കിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യവും അത് തന്നെയാണല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. പക്ഷേ അതിൽ നിന്നും അയയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ CJPയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. സോനം വാങ്ചുക്കിനോട് നന്ദി പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിഷേധം ശക്തമാകുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ പോലും അത് പ്രഹസനമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തെരുവിലിറങ്ങുമ്പോൾ അത് രാജ്യവ്യാപകമായ പ്രതിഷേധമായിട്ട് യുവാക്കൾ മുൻനിർത്തുമ്പോൾ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താവും? അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു വാക്ക് പോലും നരേന്ദ്രമോദി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുമില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ നടപടികൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തുന്ന ഒരു നടപടിയിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. CJPയുടെ സമരം ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലുള്ള സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും, മുംബൈയിലാണെങ്കിലും അതുപോലെ പല നഗരങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധ സമരത്തിന് CJP അനൗൺസ് ചെയ്തിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി പ്രതിപക്ഷ MPമാരുടെ മാർച്ച് ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്കും മറ്റ് നടപടികളിലേക്കും എല്ലാം പ്രതിപക്ഷവും അതുപോലെ തന്നെ CJPയും കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ കൂടുതൽ സുരക്ഷ കർശനമാക്കുകയും അത്തരം കടുത്ത നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഡൽഹി ഹൈക്കോടതി തന്നെ വളരെ കർശനമായിട്ടുള്ള ഭാഷയിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കരുത്, പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭംഗം വരുത്തരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അഭിജിത്ത് ദീപ്കെ അദ്ദേഹം പോലീസിനെതിരെ വലിയൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജന്തർ മന്ദിറിലേക്ക് CJP പ്രവർത്തകർക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന 3 യുവാക്കളെ നിസാമുദ്ദീൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ്. പുതിയ ഡൽഹി പോലീസ് കമ്മീഷണർ അദ്ദേഹം ഉത്തര കൊറിയയിലാണോ ജീവിക്കുന്നത് എന്ന് അഭിജിത്ത് എക്സ് അക്കൗണ്ട് വഴി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദയവായി ഓർക്കുക, നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ സർക്കാരിൻ്റെ ഗുണ്ടകളല്ല. കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ നിർത്തണമെന്നും അഭിജിത്ത് ദീപ്കെ എക്സ് അക്കൗണ്ടിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് നീക്കം. ചാർജിങ് അപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയൊരു എക്സ്പോസ്റ്റ് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോനം വാങ്ചുക് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിരാഹാര സമരം നിലവിൽ അവസാനിപ്പിക്കുന്നത്. ഇന്നലെ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ തന്നെ അദ്ദേഹത്തിനോട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ അതുപോലെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ ഗുരുഗ്രാമിലുള്ള ആശുപത്രിയിലെത്തി സോനം വാങ്ചുക്കുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലേ ലഡാക്ക് അപ്പെക് ബോഡിയിലുള്ള ചില മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി കേന്ദ്രമന്ത്രിമാർക്കൊപ്പം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹം സോനം വാങ്ചുക്ക് ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചതിന്
അതിനുശേഷം എക്സിൽ കുറിച്ചത് നീണ്ട ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ധാരണകൾ പ്രകാരവും അതുപോലെ രാജ്യത്ത് പല ഭാഗത്തും ഉണ്ടാകാനിടയുള്ള സംഘർഷങ്ങൾ പരിഗണിച്ചുമാണ് താൻ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ താൻ മറ്റൊരു വീഡിയോയിലൂടെ തൻ്റെ തീരുമാനങ്ങൾ രാജ്യത്തെ അറിയിക്കും. അതുവരെ ഒരു തരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നും സോനം വാങ്ചുക്ക് ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് കേന്ദ്ര സർക്കാരിനെ വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ഒരുപാട് വൈകിയും തൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ അദ്ദേഹം രാവിലെ തൻ്റെ എക്സ് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് യോഗത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നടപടികൾ ചർച്ച ചെയ്യും. ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ ഇന്ന് ചേരുന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്കെതിരെ ഈ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ഒരു അതിവേഗ വിചാരണ ഉറപ്പാക്കുന്ന ഒരു കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ രൂപം നൽകും. അടുത്ത ആഴ്ച തന്നെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചുള്ള ഒരു വാക്കുകളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. ഈ CJP പ്രതിഷേധത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ വെറും പ്രഹസനമാണ് എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. അതുപോലെ വെറും പരിതാപകരമായിട്ടുള്ള പ്രസ്താവനകളാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. 3 ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതുപോലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയുക. ഈ 3 ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ഇവ 3ഉം ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിലുള്ള CJPയുടെ സമരം ഇന്നും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. വ്യാപകമായി ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൂടി ഇന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഒരു സെലിബ്രിറ്റീസും അതുപോലെ തന്നെ സിനിമാ നടിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളടക്കം ഈ CJP സമരത്തിന് ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നതും കേന്ദ്രത്തെ വല്ലാതെ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ. അല്ല അജയ്, 2 കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഒളിച്ചോടണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. ഇപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിയുടെ വാക്കുകൾ നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CJP സമരവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് സംസാരിക്കുന്നില്ല. കർശനമായ നടപടി എടുക്കും എന്നുള്ളത് പറയുമ്പോൾ പോലും അത് എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ആകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യചിഹ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കാരണം ഇത്രയും നാളുകളായി ഈ സമരം തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് നേരിട്ടിറങ്ങി സംസാരിക്കാൻ ഇതുവരെ മോദി തയ്യാറാവുന്നില്ല. ഒന്നിൽ എക്സിലൊരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നതല്ലാതെ മറിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മറുപടി പറയുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും മോദിയുടെ ശൈലി എങ്ങനെയാണ് നമ്മൾ അങ്ങനെയും കാണാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കേസിൽ യുവാക്കൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുക, പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കോട്ടെ, എല്ലാവരും ഈ വിഷയത്തിൽ ഒരേ നിലപാടെടുക്കുമ്പോഴേക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആ മൗനം വളരെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന 3 ആവശ്യങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന രാജി, മറ്റൊന്ന് രാജ്യത്തോട് മാപ്പ് പറയുക, മറ്റൊന്ന് യുവാക്കളുടെ പ്രതിഷേധത്തെ കണ്ടില്ല എന്നടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു പ്രതിഷേധം, അതായത് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. CJPയുടെ ആവശ്യവും ധർമ്മേന്ദ്ര പ്രധാന രാജി തന്നെയാണ്. മോദിയുടെ ഭാഗത്ത് നിന്നും ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമാണ്, അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ധർമ്മേന്ദ്ര പ്രധാന രാജിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തയ്യാറാകുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. അതിനാണ് ഈ പ്രതിഷേധം. ഇപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്, ഈ പ്രതിഷേധം നടക്കുന്നതും എന്ന് പറയുന്നതും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ യുവാക്കൾക്കും അറിയേണ്ടത്. ആ ചോദ്യമാണ് ഇന്നത്തെ യൂത്തും ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവും ചോദിക്കുന്നത്. പക്ഷേ അതിലേക്ക് ഒരു തരത്തിലുള്ള ടോപ്പിക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും നീളാനും കൂടുതൽ വഷളാകാനുള്ള സാധ്യതയിലേക്ക് സർക്കാർ തന്നെ തുറന്നു വിടുന്നതായിട്ടുമുള്ള സ്വാഭാവികമായ ചിന്ത വരില്ലേ?
തീർച്ചയായിട്ടും. പക്ഷേ ഇതിൽ വിദ്യാർത്ഥികളുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി പ്രകാരം പല വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ട് പ്രതികരിക്കാറില്ല. അദ്ദേഹം സാധാരണ ഒരു പ്രസ്താവനകൾ നടത്താറുള്ളത് പാർലമെന്റിൽ കോൺഗ്രസിനെതിരെ അത് തിരിച്ചു വിട്ടുകൊണ്ടും അതുപോലെ പല രീതിയിൽ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിച്ചുകൊണ്ടുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളെ നേരിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CJP എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായി ഉയർന്നു വന്ന ആ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാവിലെ അദ്ദേഹം ഒരു എക്സ്പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ രാത്രി വളരെ വൈകിട്ടും ഒരു വീഡിയോയിലൂടെ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതും അദ്ദേഹം കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു അതിവേഗ വിചാരണ ഉറപ്പാക്കുന്ന കരട് ബില്ല് ഇന്ന് തന്നെ അതിന് രൂപം നൽകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഈ ബില്ല് പുതുതായി രൂപീകരിക്കുന്ന ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പുകളെല്ലാം നൽകുന്നുണ്ട്. പിന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തുന്ന ഒരു നടപടി അത് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്നത് ശ്രദ്ധേയം തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉള്ള കേന്ദ്രത്തിലെ BJP മന്ത്രിസഭ BJPക്ക് മാത്രം ഒരു കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. അതും BJPക്ക് ഇപ്പോഴുള്ള സീറ്റ് നിലയിൽ തന്നെ കൂടുതൽ സീറ്റുകളും സമ്മാനിച്ചത് ഒഡീഷയിൽ നിന്നാണ്. അപ്പോൾ ഒഡീഷയിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ധർമ്മേന്ദ്ര പ്രധാനെ ചേർത്ത് നിർത്തേണ്ടത്, ഒരു നന്ദി സൂചകം എന്നുള്ള നിലയിൽ കൂടി ചേർത്ത് നിർത്തേണ്ടത് അത് നരേന്ദ്രമോദിയുടെ ഒരു ആവശ്യമാണ്. രാഷ്ട്രീയപരമായി തന്നെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാകണം ധർമ്മേന്ദ്ര പ്രധാനെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാത്ത രീതിയിലുള്ള നടപടിയിലേക്ക് അദ്ദേഹം കടന്നിട്ടുള്ളത്. പക്ഷേ കർഷക പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു സമരത്തിൽ കൂടി കേന്ദ്ര സർക്കാർ ആ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്നത് ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പരാമർശിക്കേണ്ടതാണ്. അത് ഈ സംഘടനയുടെ വലിയൊരു വിജയം കൂടിയാണ്. തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം, ഈ ഒരു പ്രക്ഷോഭം അതൊന്ന് തണുപ്പിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തായാലും സോനം വാങ്ചുക്കിന് 26 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരവും കൂടി അവസാനിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായുള്ള 3 ആവശ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെ അതിന് മറുപടി പറയുമെന്നുള്ളതായിരിക്കും ഇന്നു മുതലുള്ള അടുത്ത കാഴ്ചകൾ. അജയ് സുധാബിജുവാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്.